ടെക്നോയുടെ ടെക്നോ പോവ 6 നിയോ എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ടെക്നോ പോവ 6 നിയോ എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ടെക് വാർത്തകൾ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനലിലോ അല്ലാന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലോ ജോയിൻ ചെയ്യാവുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെയും അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിൻ്റെയൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ റെഗുലർ ആയിട്ടുള്ള ടെക് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടെക്നോ പോവ 6 നിയോയിൽ 6.78 ഇഞ്ചിൻ്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പം അമോലെഡ് ഡിസ്പ്ലേ കൊടുത്തിട്ടില്ല, LCD പാനലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം പോവ 6 അമോലെഡ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പഞ്ചോൾ ഡിസൈൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ സ്റ്റാറി സിൽവർ, കോമറ്റ് ബ്ലാക്ക് അതുപോലെ തന്നെ കോമറ്റ് ഗ്രീൻ എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പം അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മീഡിയാടെക്കിൻ്റെ ഹീലിയോ G99 അൾട്ടിമേറ്റ് എന്നുള്ള പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതൊരു 5G പ്രോസസ്സറല്ല, 4G പ്രോസസ്സറാണ്. അപ്പം ഇതിൽ 5G സപ്പോർട്ട് ചെയ്യുന്നില്ല. പിന്നെ മാക്സിമം 4G സപ്പോർട്ടാണ് ഇതിൽ വരുന്നത്. ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ 8GB റാമും 128GB ഇൻറ്റേർണലുമാണ് വരുന്നത്. 8GB റാമും 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. NFC പോലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ടും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 3.5mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ ആൻഡ്രോയിഡ് 14 ബേസ് ആയിട്ടുള്ള iOS സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 50 മെഗാപിക്സൽ മെയിൻ ക്യാമറ സെൻസറൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ രണ്ടാമത് ഒരു AI ലെൻസാണ് കൊടുത്തിരിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് കൊടുത്തിട്ടില്ല. അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. പിന്നെ ഫ്രണ്ടിൽ 8 മെഗാപിക്സൽ സെൽഫി ക്യാമറ കൊടുത്തിട്ടുള്ളൂ. ഫ്രണ്ടിൽ ഡ്യുവൽ LED ഫ്ലാഷും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 7000 mAh ബാറ്ററി വരുന്നുണ്ട്. വളരെ കൂടിയ ഒരു ബാറ്ററി കപ്പാസിറ്റി ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും വരുന്നുണ്ട്. അപ്പോൾ തിരക്കില്ലാത്തൊരു ചാർജിങ് സ്പീഡും കൊടുത്തിട്ടുണ്ട്. Type C ചാർജിങ് പോർട്ടും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ നല്ല ബാറ്ററി കപ്പാസിറ്റി ഒക്കെ ആയിട്ട് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ് ടെക്നോ പോവ 6 നിയോ എന്ന സ്മാർട്ട് ഫോൺ. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ജസ്റ്റ് അനൗൺസ് ചെയ്തു എന്നേ ഉള്ളൂ. വിലയും കാര്യങ്ങളൊന്നും അവർ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടില്ല. അപ്പം വിലയുടെ കാര്യത്തിൽ നമ്മുടെ എക്സ്പെക്റ്റേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ ഒരു 14,000-15,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് ലോഞ്ച് ചെയ്തേക്കാം. കൺഫർമേഷൻസ് ഇല്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമെന്ന് വെച്ചാൽ മിക്കവാറും ഈ ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. എന്തായാലും ടെക്നോയുടെ ടെക്നോ പോവ 6 നിയോ എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.